Hello aspirants, welcome to Vishwamaya Academy. Biology General Science in the topic tissue classification and histology. So let's see first in animals. An adult human body is composed for more than 50 billion cells. അപ്പോൾ 50 ബില്യൺ സെൽസും ഓരോ സെക്കൻഡിലും നശിച്ചു പോകുന്നുണ്ട്. അതുപോലെ ന്യൂ സെൽസ് ദാറ്റ് ഈക്വൽ നമ്പർ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സെൽ അഡിക്വേറ്റ്ലി ഡിവൈഡഡ് ഇൻ ടു അല്ലെങ്കിൽ അഡിക്വേറ്റ്ലി അൺലൈക്ക് ആൻഡ് വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് നോൺ ആസ് ടിഷ്യൂസ്. അപ്പോൾ സെൽസിന്റെ ഗ്രൂപ്പാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫോർമേഷനാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. 4 നോൺ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. Epithelial tissues, that is surface coverings or internal lining cells. Connective tissues is supporting, binding and packing tissues. Muscle tissues, contracting tissues. Nerve tissues, excitatory or stimulating tissues. The different tissues make up different body organs. അതുപോലെ the science of cells is called cytology. Science of tissues is called histology. Science of organs is called organology. And the embryonic derivation of tissues is called histogenesis. Next is histology. The microscopic study of animal and plant tissues is known as histology. Okay, അപ്പോൾ animal and plant tissues in a microscopic study ആണ് histology. അതുപോലെ biopsy scientific important informations provide ചെയ്യുന്നുണ്ട് about the process of disease. Whereas histology എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോപ്സിക്ക് ശേഷം, whereas histology after autopsy shows tissue changes that have caused death. ഇനി ബയോപ്സി എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് ലിവിംഗ് ബോഡി ടിഷ്യൂസ് ഫോർ സ്റ്റഡി ആൻഡ് ഡയഗ്നോസിസ് വിത്ത് എ മൈക്രോസ്കോപ്പ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺ ഓർഗൻസ് ടു സ്റ്റഡി ദ cause and nature of the disease, and on tumors or abnormal tissues growths to see if they belong to same kind of cancer. For patients diagnosed with particular disease, follow-up biopsies are performed to ascertain the effective course of treatment. അപ്പോൾ ഈ ബയോപ്സീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ബോഡി ലിവിംഗ് ബോഡി ടിഷ്യൂസ് ഫോർ സ്റ്റഡി ആൻഡ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് ഈ ബയോപ്സി എന്നുള്ളത്. ഓക്കെ, അത് ഓൾസോ ടു സ്റ്റഡി ദ കോസ് ആൻഡ് നേച്ചർ ഓഫ് ദ ഡിസീസ്, രോഗത്തിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും, ആൻഡ് ഓൺ ട്യൂമേഴ്സ് ഓർ അബ്നോർമൽ ടിഷ്യൂസ് ഗ്രോത്ത്സ് ഏത് കൈൻഡ് ഓഫ് ക്യാൻസർ ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓട്ടോപ്സി എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ഡെഡ് ഹ്യൂമൻ ബോഡി ടു ഫൈൻഡ് ഔട്ട് ദ കോസ് ഓഫ് ഡെത്ത് ഓർ ടു സ്റ്റഡി പാത്തോളജിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം പോലുള്ളതിനാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ടും മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് എ ഡെഡ് ഹ്യൂമൻ ബോഡിയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഇത്രയും മാത്രം ഇതിൽ അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽ ടിഷ്യൂസ്. അതിന് മുന്നേ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിലെത്തിയൽ ടിഷ്യൂസ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂസ്, പിന്നെന്താ നെർവ് ടിഷ്യൂസ്, മസിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ ഡയഗ്രാം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ എപ്പിലെത്തിയൽ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ എപ്പിലെത്തിയൽ ടിഷ്യൂസ് എക്ടോഡേം, മിസോഡേം, ബ്രെയിൻ, അത് രണ്ടായി ഇതിന്റെ വെറൈറ്റീസ് ആണ്. പേയ്മെന്റ് ആൻഡ് ലിവിംഗ് ബ്രെയിൻസ്, ഗ്ലാൻഡ്നർ. പേയ്മെന്റ് ആൻഡ് ലിവിംഗ് ബ്രെയിൻസിന് സിമ്പിൾ സൂഡോസ്ട്രാറ്റിഫൈഡ്, കോളംനാർ സ്ട്രാറ്റിഫൈഡ്. അതുപോലെ ഗ്ലാൻഡുലാറിന് എൻഡോക്രൈൻ, കോറൈൻ. സിമ്പിളിനെ അഗൈൻ 3 ടൈപ്സ് ക്ലാസിഫൈ ചെയ്യുന്നത്: സ്ക്വാമോസ്, ക്യൂബോയിഡിൽ, കോളംനാർ. കോളംനാർ again classified into 2 types, ciliated, non-ciliated. Pseudo-stratified columnar is again classified into ciliated and non-ciliated. Stratified classified into squamous, cuboidal and transitional columnar. ഇവിടെ സ്ക്യൂമോസ് എന്നുള്ളത് കെരാറ്റിനൈസിങ് ആൻഡ് നോൺ കെരാറ്റിനൈസിങ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്ലാൻഡുലാറിനെ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലൈക്ക് എൻഡോക്രൈൻ ആൻഡ് കോറിൻ. എൻഡോക്രൈൻ എന്നുള്ളത് കോഡ് ആൻഡ് ക്ലാം ടൈപ്പ്, ഫോളിക്കുലർ ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കോറിനെ സിമ്പിൾ കോമ്പൗണ്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിളിനെ ട്യൂബുലർ, ആൽവിയോളർ,
and compound is classified as tubular, alveolar, tubulo-alveolar. ഇതൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. പിന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാം എക്സ്റ്റേണൽ കവറിംഗ് ലെയർ ഓഫ് എ ബോഡി നോൺ ആസ് സ്കിന്നിനെയാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇന്റേണൽ സർഫസ് ലൈനിങ് ഫോർ ദ ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട്സ്. അതുപോലെ ലൈനിങ് ഫോർ ദ ചെസ്റ്റ് ആൻഡ് അബ്ഡമൻ called mesothelia, and internal lining of body and lymph is called endothelium. അപ്പോൾ ചെസ്റ്റിന്റെയും അബ്ഡോമിനെയും മീസോത്തീലിയ എന്ന് പറയുന്നു, ബ്ലഡ് ആൻഡ് ലിംഫിനെ എൻഡോത്തീലിയം എന്ന് പറയുന്നു. Also, these are the classification on the basis of the shapes of the cells of the free surface. 3 groups of epithelium ഉണ്ട്, സ്ക്വാമോസ്, ക്യൂബോയിഡൽ, കോളംനാർ. അപ്പോൾ അതിന്റെ സബ്ഡിവിഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. Following is a summary of the types of epithelium tissues, that is simple squamous. It has flat cells 1 layer thick, simple cuboidal cube shaped cells 1 layer thick, simple columnar rectangular cells 1 layer thick, stratified squamous multi-layered with outermost cells flat, stratified cuboidal multi-layered with outermost cells cube shaped. Stratified columnar, that is multi-layer with outermost cells rectangular. Next, connective tissues. 2 types of connective tissues ഉണ്ട്, regular, that is soft, and specialized, that is hard. 3 main elements ഉണ്ടാവും. Amorphous intercellular ground substance, formed intercellular substance, and cells. Connective tissues soft, fluid, hard ആയിട്ടാണ് ഇവിടെ 3 തിരിച്ചിരിക്കുന്നത്. മീസോഡം എന്നാണ് കണക്റ്റീവ് ടിഷ്യൂസിനെ പറയുന്നത്. ആൻഡ് സോഫ്റ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ലൂസ്, ഡെൻസ് ആൻഡ് ബ്ലഡ് സെൽ ഫോമിംഗ്. ലൂസ് ഈസ് ക്ലാസിഫൈഡ് ആസ് മെസൻഷീം, മ്യൂക്കോയിഡ്, ഏരിയോളാർ, അഡിപ്പോസ്, റെക്ടിക്കുലർ. ഡെൻസ് ഈസ് റെഗുലർലി അറേഞ്ച്ഡ്, ഇറഗുലർലി അറേഞ്ച്ഡ്, ബ്ലഡ് സെൽ ഫോമിംഗ്, ലിംഫാറ്റിക് ആൻഡ് മാരോ. ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് നോൺ എൻകാപ്സുലേറ്റഡ്, എൻകാപ്സുലേറ്റഡ്. The encapsulated is classified into 3: lymph nodes, spleen, and thymus. Marrow is divided into red and yellow. Next, fluid is blood and lymph. Hard is cartilage, bone, dentin, cementum. Cartilage is classified as hyaline, fibro, and elastic. Bone into 2, that is mature and immature. Mature is classified into cancellous and compact. ഇതാണ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ. ഇനി മസിൽ ടിഷ്യൂ മെസോഡം എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂസ് മെസോഡമാണ് നമ്മളിത് പറഞ്ഞത്. മസിൽ ടിഷ്യൂസ് മെസോഡം ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു വിസറൽ, സ്കെൽറ്റൽ ആൻഡ് കാർഡിയക്. 3 ആർ ഇൻവോളണ്ടറി. പിന്നെ ലൊക്കേഷൻ, സ്ട്രക്ചർ, ഫങ്ഷണൽ കൺട്രോൾ. ഈ 3ന്റെയും ലൊക്കേഷൻ എവിടെയാണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, ഫങ്ഷണൽ കൺട്രോൾ എന്താണെന്ന് നോക്കാം. വിസറൽ എന്ന് പറയുന്നത് സ്മൂത്ത് ആൻഡ് ഇൻവോളണ്ടറി ആണ്. Skeletal, straighted and voluntary. Cardiac, indistinctly straighted and cardiac. ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട, ഇത് ഫങ്ഷണൽ കൺട്രോൾ ആണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് നെർവ് ടിഷ്യൂസ്, ദാറ്റ് ഈസ് എക്സൈറ്ററി ഓർ സ്റ്റിമുലേറ്റിംഗ് ടിഷ്യൂസിനാണ് നെർവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്ടോഡം. The tissues which is in central nervous system, peripheral system, സ്പെഷ്യൽ റിസപ്റ്റേഴ്സ്, ഇതൊക്കെയാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം പറയുമ്പോൾ ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ ഉണ്ട്. പെരിഫറൽ നെർവസ് സിസ്റ്റം, നെർവ്സ്, ഗാംഗ്ലിയ, നെർവ് എൻഡിങ്സ്. സ്പെഷ്യൽ റിസപ്റ്റേഴ്സ്, ഐ, ഇയർ ആൻഡ് നോസ്. പിന്നെ മെയിൻ ഫങ്ഷൻസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ്, ട്രാൻസ്പോർട്ട്, സപ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്, റിപ്പയർ, ഡിഫെൻസ് ആൻഡ് സ്കാവഞ്ചിങ്. അറ്റാച്ച്മെന്റ് മീൻസ് ജോയിനിങ് വൺ ടിഷ്യൂസ് വിത്ത് അതർ ഇൻ ദ ഓർഗൻസ്. പിന്നെ ട്രാൻസ്പോർട്ട് പറയുമ്പോൾ blood carries oxygen and materials from one part to the other. Support and storage എന്ന് പറയുമ്പോൾ it builds framework of bones to provide support to the body, and adipose tissue stores fat. പിന്നെ അതുപോലെ റിപ്പയർ എന്ന് പറയുന്ന സമയത്ത് ഇഞ്ചോ ടിഷ്യൂസിനൊക്കെ റിപ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് പ്ലേഡ് ബൈ ദ കൊളാജൻ ഫൈബേഴ്സ് ഓഫ് ദ കണക്റ്റീവ് ടിഷ്യൂസ്. Next, defense and scavenging. Macrophages, monocytes, neutrophils, and ingest bacteria and dead cells. ഇതൊക്കെ ഡെഡ് സെൽസിനെയും ബാക്ടീരിയനെയും ഇൻജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓവറോൾ ഇറ്റ് ഈസ് ക്ലീനിങ് ദ ബോഡി. സോ ഇതൊരു ഇമ്മ്യൂണിറ്റി നമുക്ക് തരുന്നുണ്ട്, ഒരു ഡിഫെൻസീവ് മോഡ് തരുന്നുണ്ട്. നെക്സ്റ്റ്, മസിൽ ടിഷ്യൂസ്.
Muscle tissues, because of their property of contraction, muscle helps in body movements. For example, blood is transported mainly due to visceral muscles in the walls of the vessels. അപ്പോൾ ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വിസറൽ മസിൽസ് യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ചൂയിങ് മോഷൻസ് പെർഫോം ബിക്കോസ് ഓഫ് ദ കോൺട്രാക്ഷൻ ഓഫ് സ്കെൽറ്റൽ മസിൽ ഇൻ ദ മൗത്ത് ആൻഡ് ഫുഡ് ഈസ് പുഷ് ത്രൂ ദ അലിമെന്ററി കനാൽ ബൈ ദ വിസറൽ മസിൽസ്. അപ്പോൾ കോൺട്രാക്ഷനും മസിൽ ഹെൽപ്പിന് അതുപോലെ ബോഡി മൂവ്മെന്റ്സിനൊക്കെ ഈ മസിൽ ടിഷ്യൂസ് പ്ലേസ് എ വൈറ്റൽ റോൾ. അതുപോലെ major movements of the body rely on the action muscles connected to bones. And cardiac muscles pump blood into arteries, that is vessels leading away from the heart. The skeletal muscles are under the control of will, whereas viscera are not. Viscera means organs of the chest and abdominal cavities. And in the same way, skeletal muscles are voluntary muscles and visceral muscles are involuntary muscles. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഇത് തെറ്റാണ്. Skeletal muscles are voluntary muscles. Next, nerve tissue ectoderm. Nerve cells present in the brain and spinal cord. It consists of central nervous system, whereas those located elsewhere constitute the peripheral nervous system. നേരത്തെ ക്ലാസിഫിക്കേഷൻ nerve cells രണ്ടായിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലുള്ളത് സെൻട്രൽ നെർവസ് സിസ്റ്റം, വേറെ ഏരിയാസിലുള്ളത് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഫീച്ചേഴ്സ് ആർ വെരി ഹൈലി ഡെവലപ്ഡ് ഇൻ ദീസ് സെൽസ് ആർ കണ്ടക്ടിവിറ്റി ആൻഡ് ഇറിറ്റബിലിറ്റി. ന്യൂറോൺ ഈസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് function and structure of the nervous system. That is important. The neuron originates from a ectothermal cell known as neuroblast. അപ്പോൾ ന്യൂറോൺ ഒറിജിനേറ്റ് ചെയ്യുന്നത് ന്യൂറോബ്ലാസ്റ്റ് എന്നാണ്, വിച്ച് ഈസ് എൻ എക്ടോതെർമൽ സെൽ. എ ന്യൂറോൺ മേ അറ്റൈൻ എ ട്രെമൻഡസ് ലെങ്ത്, ഹൗവർ ഇറ്റ് ഈസ് എ സിംഗിൾ സെൽ. സിംഗിൾ സെല്ലാണെങ്കിലും ലെങ്ത് കൂടുതലായിരിക്കും. ഈച്ച് ന്യൂറോൺ ഈസ് മേഡ് അപ്പ് ഓഫ് 2 parts. The portion in which there is nucleus is known as pericardinar cell body, while the process extending from the cell body is known as fibers. There are 2 types of fibers: dendrites transporting impulses to pericardium and axons sending stimuli from the cell bodies. ഇപ്പോൾ സ്റ്റിമുലൈ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തീയിൽ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈ എടുക്കുന്ന ആ സ്റ്റിമുലൈ ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. സോ 2 ഫൈബേഴ്സ് ഉണ്ട്, ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സോൺസ്. ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടിംഗ് ഇമ്പൾസസ് ടു പെരിക്കാരിയോൺ and sending stimuli from the cell bodies is using axon. Also, the ends of axon assumes an intimate relationship with the ends of dendrites at junctional points called synapses. അപ്പോൾ ഡെൻഡ്രൈറ്റ്സും ആക്സോൺസും ജോയിൻ ചെയ്യുന്ന ആ ജംഗ്ഷണൽ പോയിന്റ് സിനാപ്സസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് സ്പേസസ്. ഗ്രൂപ്പ് ഓഫ് സിമിലർ പെരിക്കോൺസ് സിറ്റുവേറ്റഡ് വിത്തിൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റംസ് ആർ കളക്റ്റീവ്ലി കോൾഡ് എ ന്യൂക്ലിയൈ, whereas those constituting aggregates in the peripheral system are known as ganglia. അപ്പോൾ ഇതുപോലെ പെരിക്കാരിയോൺസ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള പെരിക്കാരിയോൺസിന്റെ ഗ്രൂപ്പിനെ നമ്മൾ ന്യൂക്ലിയൈ എന്ന് പറയുന്നു. And whereas those constituting aggregates in the peripheral system are known as ganglia. ഇത്രയാണ് നെർവ് ടിഷ്യൂ എക്ടോഡം. നെക്സ്റ്റ്, ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ ആൻഡ് മോർഫോളജി ഇൻ പ്ലാന്റ്സ്. അനിമൽസിൽ കഴിഞ്ഞു, ഇനി പ്ലാന്റ്സിനെയാണ്. അത് വി ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ എ ഫ്രഷ് വീഡിയോ. താങ്ക് യു.